ഇതാരത്? അമ്മയോടും കൂടെ ഇവിടെ പോയത്? അതെയോ? അവളെയും കൊണ്ട് ട്യൂഷന് പോയവണേ. അപ്പോൾ പിന്നെ അമ്മയുടെ വീട്ടിലും കൂടെ പോയിട്ടൊന്ന് പോകാൻ വിചാരിച്ചു. പിന്നെ നിനക്ക് സുഖം തന്നെ? എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെയൊക്കെ അങ്ങ് പോണ ചേച്ചി. ഇവളിപ്പോൾ എത്രയില്? അവള് 10-ലെടി. വാ ചേച്ചി, കുറച്ച് നേരം സംസാരിച്ചിട്ടോ. വാ കയറോ. പിന്നെ കുറച്ച് ആര് മക്കളെ? അറിഞ്ഞൂടെ അവിടുത്തെ ഉഷ ചേച്ചി. ഉഷയാ? അണ്ണ ഇവിടെ ഉണ്ടായിരുന്ന. എന്താ ഉഷ? അച്ഛൻ്റെ അമ്മയ്ക്ക് സുഖം തന്നെ? അമ്മയ്ക്ക് വയ്യ അണ്ണാ. ഓണത്തി കിടക്കട്ട്. ശരി അണ്ണാ, ശരി. പിള്ളേരെവിടെ ചേച്ചി? പിള്ളേരകത്തുനിന്ന് കളിക്കുന്ന എനിക്ക് അങ്ങോട്ട് ചെല്ലി. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ചേച്ചി? അമ്മയ്ക്ക് തീരെ വയ്യടി. നാത്തൂന്റെ കൂടെ അല്ലേ അമ്മ? ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കഥയൊക്കെ പറയാതിരിക്കുന്നതിന് നല്ലത്. അതെന്താ ചേച്ചി? ആ ചെറുക്ക അന്യനാട്ടിൽ കിടന്ന് സമ്പാദിക്കണ പൈസ അത്രയും ഇവിടെ അടിച്ച് ദൂർത്തടിച്ച് അവൾ കളയുകയും. എനിക്കറിഞ്ഞൂടെ ഈ പെണ്ണ് എങ്ങനെ ജീവിക്കുമെന്നോ. അവൻ അവസാനം അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്ന് ജോലിയും ചെയ്തതാവുമ്പോൾ ഇവിടെ എങ്ങനെ ജീവിക്കുവോള്? അവൻ വന്ന് ചോദിക്കൂല, നീ ഈ അയച്ച പൈസയൊക്കെ നീ എന്ത് ചെയ്തെന്ന്? ആ തള്ളയെ നോക്കൂല. നേരം വെളുക്കുമ്പോൾ അവൾ അങ്ങ് ഇറങ്ങും ബാഗും കൊണ്ട്. ഉള്ള കടയായ കട കംപ്ലീറ്റ് കയറി ഇറങ്ങി ഓരോന്നും തുണി, അത് മാല, എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുകൊണ്ട് കുറേ ഇങ്ങി കൊണ്ടുവന്ന് അവക്ക് കുറേ അവളെ വീട്ടിലുള്ളവർക്ക്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മാത്രം ഇങ്ങനെ അടിച്ച് ഇതാകണം. വല്ലാത്തൊരു കഷ്ടം. നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റൂല. പിന്നെ നമ്മൾ പിന്നെ അവൻ്റെ അടുത്ത് ഒരു കാര്യം നമ്മൾ അറിയിക്കാൻ പോയില്ല. എന്തിന് വെറുതെ പറഞ്ഞ് ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ ആ തള്ളക്ക് പിന്നെ സൗകര്യം കൊടുക്കാതിരിക്കാൻ. പിന്നെ വെറുതെ നമ്മൾ അവളോട് അവരായി അവരെ പാടാ. അതൊക്കെ പോട്ട്. പിന്നെ അവൻ വിളിക്കാറുണ്ടാടി? പോയിട്ട് ഇപ്പം എത്ര നാളായി? വിളിക്കാറുണ്ട് ചേച്ചി. പോയിട്ട് ഇപ്പൊ 5-6 മാസമല്ലേ ആയോളൂ. അമ്മ സമയമായി പോവാം. പോയത് അറിഞ്ഞില്ല. ഇനി പിന്നെ എപ്പോഴെങ്കിലും വരാം കേട്ടാടി. പോട്ടാ പിന്നെ നമ്മൾ. വാ മക്കളെ പോവാ. ശരിയടി. അപ്പോൾ ഓക്കെ.